ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓൺ ബോർഡിംഗ് സ്ക്രീന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സ്പ്ലാഷ് സ്ക്രീനായിട്ട് നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് ഓൺ ബോർഡിംഗ് സ്ക്രീൻസ് ഉണ്ട്. ഒരു 2 ഓൺ ബോർഡിംഗ് സ്ക്രീൻസ് ഉണ്ട്. സോ അത് ജസ്റ്റ് ബട്ടണിലാണ് വർക്ക് ആവുന്നത്. ഓക്കെ. സോ കുറച്ച് ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ പോലെ ടെക്സ്റ്റ് ഉണ്ട്. നെക്സ്റ്റ്. ഓക്കെ. സോ നമുക്ക് ഇപ്പൊ ഈ പേജിൽ ഒരു ബട്ടണും ഇല്ല. ഓക്കെ. സോ ഇത് ജസ്റ്റ് ഒരു സ്പ്ലാഷ് സ്ക്രീൻ പോലെ ഒരു 2 സെക്കൻഡ് നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഒരു 2 സെക്കൻഡ് വന്നിട്ട് നെക്സ്റ്റ് ഈ സ്ക്രീനിലോട്ട് പോകണം. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഈ സ്ക്രീൻസ് ബിൽഡ് ചെയ്യണം. ഓക്കെ. സോ നമുക്ക് ഓൺ ബോർഡിംഗ് സ്ക്രീൻ 2. ഓക്കെ. നമ്മൾ കോഡിൽ പോവുക. ഇവിടെ ഓൺ ബോർഡിംഗ് ഉണ്ട്. അതിന് വ്യൂസിൽ നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് നമുക്ക് ഓൺ ബോർഡിംഗ് വ്യൂ 1. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് ഓൺ ബോർഡിംഗ് വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. സോ അത് ഇവിടെ നമുക്ക് ഫസ്റ്റ് മെറ്റീരിയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിജിറ്റ് ആയിട്ട് കൊടുക്കാം ഇത്. ഓക്കെ. സ്റ്റേറ്റ്ഫുൾ വിജിറ്റിനെ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നെയിം ഓൺ ബോർഡിംഗ് വ്യൂ 1 നമ്മുടെ ഫയലിൻ്റെ നെയിം തന്നെ ക്ലാസ് നെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഈ വിജിറ്റിനുള്ളിലാണ് നമ്മളിനി കോഡ് എഴുതാൻ പോകുന്നത് ആ സ്ക്രീനിൻ്റെ. ഓക്കെ. ഈ വിജിറ്റ് ബിൽഡറിനുള്ളിൽ. സോ ഈ വിജിറ്റ് ബിൽഡറിനുള്ളിൽ നമുക്ക് കണ്ടെയ്നർ വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കഫോൾഡ് കൊടുക്കാം. ഓക്കെ. സോ സ്കഫോൾഡിൽ നമ്മൾ ആ സ്ക്രീനിൽ നോക്കിയ ആപ്പ് ബാർ ഇല്ല. ഓക്കെ. സോ ഫുള്ള് ബോഡിയിലാണ് നമ്മൾ യു ഐ എഴുതാൻ പോകുന്നത്. ഓക്കെ. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് നമ്മുടെ ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ. ബ്ലാക്ക് കളർ നമ്മൾ കോൺസ്റ്റന്റിൽ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബോഡിക്കുള്ളിൽ സോ ഇതെങ്ങനെയാ വന്നേക്കുന്നതെന്ന് വെച്ചാൽ സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ഒന്നുമില്ല. ഓക്കെ. സോ അപ്പം നമുക്കൊരു സ്റ്റാക്കിൻ്റെ ആവശ്യമില്ല ഇവിടെ. ഇവിടെ ഒന്നിൻ്റെ സ്റ്റാക്ക് പോലെ അല്ല വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ഇമേജ്, താഴെ ഒരു ടെക്സ്റ്റ്, അതിൻ്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ബട്ടൺ. ഓക്കെ. നമ്മൾ പഠിച്ച പോലെ ഒരു കോളം വിജിറ്റിനകത്ത് ഒരു കോളത്തിനകത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ യു ഐ. ഓക്കെ. അപ്പം നമ്മുടെ ബോഡിയുടെ പേരന്റ് വിജിറ്റ് ഒരു കോളമായിരിക്കും, ചിൽഡ്രൻ. ഓക്കെ. സോ നമുക്കിനി ചിൽഡ്രനിൽ ഈ ഇമേജ് ഉണ്ട്. നമുക്ക് ഇപ്പോഴത്തേക്ക് 2 ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് അത് എസ് വി ജിയിൽ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. നമ്മളത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോജക്റ്റിലേക്ക് പോവാം. ഓക്കെ. പ്രോജക്റ്റിലേക്ക് പോയിട്ട് നമ്മുടെ നീജ എന്ന് പറഞ്ഞ അത് നമുക്ക് ആ പ്രോജക്റ്റിനുള്ളിലാണ് കൊടുക്കേണ്ടത്. അതിൽ അസറ്റിനുള്ളിൽ ഇമേജസ്. ഓക്കെ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഓക്കെ. എളുപ്പത്തിന് നമുക്ക് ഇമേജ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇത് 2, ഇത് 1. ഓക്കെ. സോ ഇതാണ് 1.
നമുക്ക് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്തത് 1 2. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ഇമേജസ് എല്ലാം ഈ ക്ലാസ്സിനുള്ളിലാണ്. ഓക്കെ, സോ നമുക്ക് ആ ഇമേജ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓൺബോർഡിങ് IMG സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അതേപോലെ തന്നെ Ctrl+C Ctrl+V. ഓക്കെ, സോ സെക്കൻഡ് ഇമേജ് നമുക്ക് ഇനി ജസ്റ്റ് പാത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇമേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓൺബോർഡിങ്ങിൽ ഇവിടെ നമുക്ക് ഇമേജ് കോൺസ്റ്റൻ്റ് സോറി നമ്മൾ SVG ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, SVG പിക്ചർ ഫ്ലട്ടർ SVGയുടെ. ഓക്കെ, SVG പിക്ചർ ഡോട്ട് അസെറ്റ് നമ്മൾ അസെറ്റിലാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിവിടെ പാത്ത് കൊടുക്കണം. ഇമേജ് കോൺസ്റ്റൻറ്റിൽ ഓൺബോർഡിങ് 1. ഓക്കെ, നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമേജ് കോൺസ്റ്റൻറ്റ് ഡോട്ട് ഓൺബോർഡിങ് ഇമേജ് 1. നമുക്കിനി ഈ സ്ക്രീനിലിരുന്ന് ആ സ്ക്രീനിലോട്ട് പോകണം. ഓക്കെ, അതിന് നമുക്കൊരു നാവിഗേഷൻ ആവശ്യമുണ്ട് ഈ സ്ക്രീനിൽ നിന്ന്. നമുക്കപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബട്ടൺ കൊടുക്കാണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്ഫുള്ളിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റേറ്റ്ഫുള്ളിനകത്ത് നമുക്ക് ഇനിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ഇനിറ്റ് സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പേജിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇനിറ്റ് സ്റ്റേറ്റ് കോൾ ആകും. ഓക്കെ, ഈ ഇനിറ്റ് സ്റ്റേറ്റിൻ്റെ ഫംഗ്ഷൻ ഓവർ റൈഡ് ആകും. ഓക്കെ, നമ്മൾ ഈ പേജിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇനിറ്റ് സ്റ്റേറ്റ് കോൾ ആവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പേജിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കോഡ് എക്സിക്യൂട്ട് ആകണമെന്ന് നമുക്ക് ഈ ഫംഗ്ഷനിൽ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എനിക്ക് ഈ പേജിൽ വന്നിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പം നെക്സ്റ്റ് സ്ക്രീനിലോട്ട് പോകണം. ഓക്കെ, ആ ഒരു ലോജിക്കാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ താഴെ തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റീഡയറക്റ്റ് ടു നെക്സ്റ്റ് സ്ക്രീൻ. ഓക്കെ, സോ എനിക്കപ്പോൾ ഒരു 2 സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡാർട്ടിൽ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് ഉണ്ട്. ഓക്കെ, അസിൻക്രണസ് പ്രോഗ്രാമിങ് നമ്മളൊരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ട് അതിൻ്റെ റിസൾട്ട് കൊണ്ട് നെക്സ്റ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു നമ്മൾ APIയിൽ നിന്ന് എടുക്കുകയാണ്, ഒരു ഇൻ്റർനെറ്റിലിരുന്നൊരു വാല്യൂ എടുക്കണമെങ്കിൽ അതിനൊരു ഡിലേ ഉണ്ട്, ഒരു ഇത്ര സെക്കൻഡ് ഡിലേ വരും. ഓക്കെ, സോ ആ ഒരു ഡിലേ വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് ആ വാല്യൂ നമുക്ക് കിട്ടിയിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള തിങ്ങാണ് അസിൻക്രണസ് പ്രോഗ്രാമിംഗ്. ഓക്കെ, സോ അവിടെ നമ്മളൊരു അസിൻക്രണസ് ഫംഗ്ഷൻ എഴുതുന്നതിന് മുൻപ് നമ്മൾ അസിങ്ക് എന്ന് പറയുന്ന ഒരു കീ ഇവിടെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് അസിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവെയിറ്റ്. ഓക്കെ, അവെയിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അവെയിറ്റ് നമുക്ക് ഇപ്പോൾ ഡിലേ ചെയ്യണം. ആ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന കോഡാണ് ഫ്യൂച്ചർ ഡോട്ട് ഡിലേഡ്. ഓക്കെ, ഡിലേഡിനകത്ത് നമുക്ക് ഡ്യൂറേഷൻ എത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്യണം, എത്ര മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യാം, നമുക്ക് അതൊക്കെ ഇതിനകത്ത് കൊടുക്കാം. സോ ഡ്യൂറേഷനിൽ നമുക്ക് ഡേയ്സ്, ഹവേഴ്സ്, മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, മിനിറ്റ്സ്, നമുക്കിപ്പോൾ ജസ്റ്റ് സെക്കൻഡ്സ് മതി. ഓക്കെ, ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുക. ഒരു കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ ഈ
സെക്കൻഡിന് ചേഞ്ച് ആവില്ല. ഓക്കെ, ത്രൂ ഔട്ട് പ്രോഗ്രാമിങ് ഇതിന് 2 ആയിരിക്കും വാല്യൂ സെക്കൻഡ്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ആവണം. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ റീഡയറക്റ്റ് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് സ്ക്രീനിലോട്ട്. അതിന് നാവിഗേറ്റർ ഡോട്ട് പുഷ്, നമ്മൾ പുഷ് ചെയ്യാൻ പോകണം നെക്സ്റ്റ് സ്ക്രീനിലോട്ട്. അതിന് നമുക്കിവിടെ ഒരു കോണ്ടെക്സ്റ്റ് ആവശ്യമുണ്ട്. ഓക്കെ, സോ നമ്മൾ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ പേജ് റൂട്ട്, അതിലൊരു ബിൽഡർ ഉണ്ട്. ആ ബിൽഡറിൽ നമ്മൾ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്തിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് നമ്മൾ ഏത് സ്ക്രീനിലേക്കാണോ പോകേണ്ടത് ആ സ്ക്രീൻ നമുക്കിവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, നമുക്ക് ഓൺബോർഡിങ് 1 ആണ് പോകേണ്ടത്. സോ അതുകൊണ്ട് നമ്മൾ ഓൺബോർഡിങ് സ്ക്രീൻ 1 ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതി, ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോകാനുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതി. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ എവിടെയെങ്കിലും കോൾ ചെയ്യണം. ആ കോൾ ചെയ്യേണ്ടതാണ് ഇനിറ്റ് സ്റ്റേറ്റിനുള്ളിൽ. നമ്മൾ ആ പേജിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിറ്റ് സ്റ്റേറ്റിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. സോ റീലോഡ് ചെയ്ത് നമ്മുടെ പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ പേജിലോട്ട് പോയി. ഓക്കെ, നമ്മളിപ്പോൾ ഈ പേജിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോയി. ആ സ്പ്ലാഷ് സ്ക്രീൻ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട്. ഓക്കെ, സോ നമുക്ക് ഇനി ഈ സ്ക്രീനിൻ്റെ ബാക്കി UI കംപ്ലീറ്റ് ചെയ്യാം. സോ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. സ്പേസ് കഴിഞ്ഞിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പൊസിഷൻ, ഹൈറ്റ് ഒരു 400, വിഡ്ത്ത് ഒരു 400, അതിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഒരു സ്ക്രീനിൻ്റെ ഒരു പകുതി ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സ്ക്രീനിനും വേണ്ടിയിട്ട് ആ ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഇവിടെ ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആ 3 വിജിറ്റും ഇവിടെ കോൾ ചെയ്തിട്ട് നമുക്ക് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കൊരു ടൈറ്റിൽ പോലാണ് വരുന്നത്, ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ളൊരു ഇതിൽ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിജിറ്റാണ് ടെക്സ്റ്റ് വിജിറ്റ്. ഓക്കെ, ടെക്സ്റ്റ് വിജിറ്റിൽ നമുക്ക് ഏത് ഡാറ്റയാണോ വേണ്ടത് ഓക്കെ, യൂഷ്വലി നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ കോപ്പി ചെയ്തിട്ട് ഓക്കെ, ഫൈൻഡ് യുവർ കംഫർട്ട് ഫുഡ് ഹിയർ. സോ ഇവിടെ കംഫർട്ട് കഴിഞ്ഞിട്ട് താഴെയാണ് ഫുഡ് വരുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതൊരു നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ട് //n. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഈ ലൈന് നെക്സ്റ്റ് ലൈനിലേ വരുള്ളൂ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ബ്ലാക്ക് കളറാണ്. നമുക്കത് വൈറ്റ് കളറിലോട്ട് ചേഞ്ച് ചെയ്യണം. അതിന് നമുക്ക് ആപ്പ് കളേഴ്സിനുള്ളിൽ വൈറ്റ് കളർ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റിനെ സ്റ്റൈൽ ചെയ്യണം. ഓക്കെ, സ്റ്റൈല്, അതിനിവിടെ പ്രോപ്പർട്ടി ഉണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ സ്റ്റൈല്
ഒരു ടെക്സ്റ്റ് സ്റ്റൈലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ടെക്സ്റ്റ് സ്റ്റൈല്, ടെക്സ്റ്റ് സ്റ്റൈലിനുള്ളിൽ നമുക്ക് കളറാണ് ചേഞ്ച് ചെയ്യേണ്ടത്. കളറ് നമ്മുടെ വൈറ്റ് കളർ ഞാൻ അവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് റീലോഡ് ചെയ്യുക. ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ടെക്സ്റ്റ് കുറച്ചുകൂടെ ബോൾഡ്, കുറച്ച് വലിയ ഫോണ്ടിലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് അലൈൻമെന്റ് സെന്ററുമാണ്. സോ നമുക്ക് ഫോണ്ടിന്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് സൈസ് ഒരു 20 കൊടുക്കുക. ഫോണ്ട് വെയിറ്റ് ആണ് നമ്മൾ ബോൾഡ് ആക്കുന്നത്. ഓക്കെ, സോ ഫോണ്ട് വെയിറ്റ് ഡോട്ട് ബോൾഡ്. ഓക്കെ, നമുക്ക് ബോൾഡ് ഇല്ലെങ്കിൽ ഇതിനനുസരിച്ച് വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ഇത് ലൈറ്റ് അങ്ങനെ അങ്ങനെ കൂടി വരുമ്പോൾ ബോൾഡ്, ആ ഒരു ഫോണ്ടിന്റെ തിക്നെസ് കൂടി വരും. നമുക്കിപ്പോൾ ഇവിടെ ബോൾഡ് യൂസ് ചെയ്യാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ റൺ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഫോണ്ട് 22 ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ 23 കൊടുത്തിട്ട് നമുക്കിവിടെ അലൈൻമെന്റ് കൊടുക്കണം. ഓക്കെ, ടെക്സ്റ്റ് അലൈൻമെന്റ് സ്റ്റൈലിനെ പോലെ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റിന്റെ. നമ്മൾ ഈ ടെക്സ്റ്റ് സ്റ്റൈലിനുള്ളിൽ അല്ല കൊടുക്കുന്നത്, ടെക്സ്റ്റ് സ്റ്റൈലിന്റെ വെളിയിൽ സ്റ്റൈല് പോലെ ഒരു പ്രോപ്പർട്ടിക്കുള്ളിൽ ടെക്സ്റ്റ് അലൈന്. ഓക്കെ, ടെക്സ്റ്റ് അലൈന് ഡോട്ട് സെന്റർ. ഓക്കെ, ടെക്സ്റ്റ് അലൈൻ ഡോട്ട് സെന്റർ. നമ്മുടെ ഈ ബ്ലൂ കളർ ഇങ്ങനെ വരുന്നതിന്റെ കാരണം ഇതൊരു കോൺസ്റ്റന്റ് ടെക്സ്റ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു കോൺസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ കളറുള്ള വാണിങ് പോകുന്നതാണ്. ഓക്കെ, സോ ഫൈൻഡ് യുവർ കംഫർട്ട് ഫുഡ് ഹിയർ. ഓക്കെ, നമ്മുടെ ആ ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് താഴെ ചെറുതായിട്ടൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, വെയിറ്റ്. ഓക്കെ, 12 ആണ് അതിൻ്റെ സൈസ്. നമുക്ക് കോപ്പി ചെയ്തിട്ട് താഴെ ഒരു ടെക്സ്റ്റ്, നമുക്കിതിന് സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് സ്റ്റൈല്, കളർ സെയിം ആണ്, കളേഴ്സ് ഡോട്ട്. ഓക്കെ, നമ്മൾ വൈറ്റ് കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് മതി. സോ ഫോണ്ട് സൈസ് ഒരു 13 നമ്മൾ കൊടുക്കാം. 12 നമുക്ക് കൊടുക്കാം. സോ ജസ്റ്റ് ലോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ പ്രോപ്പർ ആയിട്ട് വരണം. ഓക്കെ, ഈ എവരി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടെക്സ്റ്റ് വരണം. സോ എവരി കഴിഞ്ഞിട്ട് നമുക്കൊരു /n കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ടെക്സ്റ്റ് അലൈൻ വേണം. മേലെ നമ്മൾ ടെക്സ്റ്റ് അലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ കൊടുക്കുക. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റിനെ കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, സോ ഒരു സ്പേസ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. സോ ആ ബട്ടൺ നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫ്ലട്ടറിൽ നിറയെ ടൈപ്സ് ഓഫ് ബട്ടൺസ് ഉണ്ട്. ഓക്കെ, എലിവേറ്റഡ് ബട്ടണ്, നോർമല് എലിവേറ്റഡ് ബട്ടൺ ഉണ്ട്, ടെക്സ്റ്റ് ബട്ടൺസ് ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് ബട്ടൺസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് എലിവേറ്റഡ് ബട്ടൺ കൊടുത്ത് നോക്കാം. എലിവേറ്റഡ് ബട്ടണിനുള്ളിൽ ഒരു ഓൺ പ്രസ്ഡ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. നമുക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ എന്ത് ഫംഗ്ഷൻ ആണ് നടക്കുന്നത്, അതൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, എന്ത് ഫംഗ്ഷനാലിറ്റി ആണ് നടക്കേണ്ടതെന്ന് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഉള്ളിലാണ് എഴുതി കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ചൈൽഡിൽ
ഒരു വിജിറ്റ് ആണ്. നമുക്ക് ടെക്സ്റ്റിൽ നെക്സ്റ്റ് എന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഫങ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഒന്നും പറ്റൂല. ഓക്കെ, സോ നമ്മുടെ യു ഐയിൽ ഒരു ഗ്രീൻ കളറാണ്. ഓക്കെ, സോ നമുക്കപ്പോൾ ഈ കളറ് ഒരു ലീനിയർ ഗ്രേഡിയന്റ് പോലാണ്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് കളറ്, ഇവിടോട്ടൊരു ഡാർക്ക് കളർ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതില് ഓക്കെ, നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കളർ കോഡ് കിട്ടുന്നില്ല. സോ ഇതിന്റെ കളർ കോഡ് കിട്ടാനുള്ള ഒരു ഈസി ആയിട്ടുള്ള വഴി, നമ്മൾ സ്റ്റിപ്പിംഗ് ടൂൾ എടുക്കുക, ബട്ടൺ മാത്രം നമുക്കൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സോ കളർ ഫ്രം ഇമേജ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. ഇവിടെ നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ സ്ക്രീൻഷോട്ട്, സോ ഇതാണ് നമ്മുടെ ബട്ടൺ. ഓക്കെ, സോ നമുക്ക് വേണ്ട കളറ്, ഫസ്റ്റ് കളർ ഇതാണ്. ഓക്കെ, മെയിൻ കളർ നമ്മൾ ഇവിടെ കോപ്പി ചെയ്യുക. നമ്മൾ ഇനി കളേഴ്സ് ഉണ്ടല്ലോ, സോ കളറ് ഗ്രീൻ കളറ്, കളറ് ബ്രാക്കറ്റ് കൊടുത്ത് നമുക്ക് ഒരു ഹെക്സ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിന് നമ്മളുടെ 0x ഇനി നമ്മൾ കോപ്പി ചെയ്ത വാല്യൂ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഹെക്സ് വാല്യൂ കോപ്പി ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. 0x നമ്മുടെ ഹെക്സ് വാല്യൂ ഇവിടെ കൊടുക്കുക. സോ അപ്പോൾ നമുക്കിവിടെ കളർ വന്ന് കാണാം, നമ്മുടെ ബട്ടൻ്റെ കളർ. ഒരു കളർ കൂടെ ഉണ്ട്, ഒരു ജസ്റ്റ് ലൈറ്റ് കളർ. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് കളർ ഉണ്ട്. നമുക്ക് ലൈറ്റ് ഗ്രീൻ കളർ എന്ന് കൊടുക്കാം. ഓക്കെ, സെയിം കളറ് 0x നമ്മുടെ വാല്യൂ. ഇനി ജസ്റ്റ് ഈ ഹാഷ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ രണ്ട് കളർ ബട്ടൻ്റെ കളറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബട്ടൺ ഒരു സ്റ്റൈൽ കൊടുക്കണം. ഓക്കെ, സോ ബട്ടൺ സ്റ്റൈല്, ബട്ടൺ സ്റ്റൈല്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇതിനുള്ളിൽ ഇപ്പോൾ നമുക്ക് ബട്ടനുള്ളിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് ഡിസൈൻ ചെയ്യാനെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഫങ്ഷൻ, ഈ ബട്ടൻ്റെ ഈ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റിനുള്ളിൽ കേഴ്സർ വെച്ചിട്ട് ജസ്റ്റ് കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് അതിനുള്ളിലുണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, സോ അലൈൻമെൻറ്റ്, ഐക്കൺ കളറ്, ഓക്കെ, പാഡിങ്, ഷേപ്പ്. ഓക്കെ, നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഷേപ്പ് എടുത്തിട്ട് നമ്മുടെ ബട്ടണ് ലീനിയർ ഗ്രേഡിയൻ്റ് ആണ്, നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ
സോ നമുക്കിപ്പോൾ ബോർഡർ സൈഡിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്കിതിന് ഇത്രയും നമുക്ക് ആ റൗണ്ടഡ് ഷേപ്പ് വേണ്ട. ഓക്കെ, സോ നമുക്ക് ആക്ച്വലി നമ്മുടെ യു ഐ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ നമുക്കിത് വേറൊരു രീതിയിലും ഡിസൈൻ ചെയ്യാം. ഇതൊരു മെത്തേഡ്, നെക്സ്റ്റ് വേറൊരു മെത്തേഡ് ഉണ്ട്. അത് കുറച്ചുകൂടെ ഈസിയാണ്. നമുക്ക് ഇപ്പോൾ വേറെ ഇമേജസ് നമുക്ക് ക്ലിക്കബിൾ ആക്കണം, ഓരോ ടെക്സ്റ്റ് ക്ലിക്കബിൾ ആക്കണം. നമുക്ക് അതിനുള്ള ഒരു മെത്തേഡ് കൂടെ നമുക്ക് നോക്കാം. ഇപ്പം ഞാനൊരു കണ്ടെയ്നർ കൊടുക്കുകയാണ്. കണ്ടെയ്നറിന് ഹൈറ്റ് ഒരു 55 കൊടുക്കുകയാണ്, വിഡ്ത്ത് ഒരു 100 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഡെക്കറേഷന് ബോക്സ് ഡെക്കറേഷൻ. ഓക്കെ, സോ നമ്മൾ ആ കണ്ടെയ്നർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം. കണ്ടെയ്നർ ഒരു ബോക്സ് പോലെ. ഓക്കെ, അതിന് ഞാൻ ഒരു കളർ കൊടുക്കാൻ പോവാണ്. നമ്മുടെ ബട്ടൻ്റെ കളർ ലീനിയർ ഗ്രേഡിയൻ്റ് ആണ്. ഓക്കെ, സോ ഗ്രേഡിയൻ്റ് ലീനിയർ ഗ്രേഡിയൻ്റ്. അപ്പം നമ്മൾ കളേഴ്സ് കൊടുക്കണം. നമുക്കിവിടെ ഒരു ലിസ്റ്റ് ഓഫ് കളേഴ്സ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ലിസ്റ്റിനുള്ളിൽ നമ്മുടെ ഫസ്റ്റ് കളറ് ലൈറ്റ് ഗ്രീൻ ആണ്. നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ കളർ. ഓക്കെ, സോ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഇവിടെ ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഒരു കണ്ടെയ്നർ വന്നിട്ടുണ്ട് നമ്മുടെ സെയിം കളറിൽ. പക്ഷെ ആ ഷേപ്പും അതിനുള്ളിൽ നമുക്കൊരു ടെക്സ്റ്റും കൊടുക്കണം. ഓക്കെ, സോ ആ ഷേപ്പ് കൊണ്ടുവരാൻ നമുക്ക് ബട്ടൻ്റെ ഹൈറ്റും വിഡ്ത്തും നോക്കാം. സോ ബട്ടൻ്റെ ഹൈറ്റ് 57, വിഡ്ത്ത് 157. ഓക്കെ, നമ്മൾ 55 കൊടുത്തിട്ടുണ്ട്. 150 നമുക്ക് ഇവിടെ കൊടുക്കാം. ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡർ ഒന്ന് കർവ് ചെയ്യണം. ഓക്കെ, സോ ഈ യു ഐയിലെ പോലെ ഒന്ന് കർവ് ചെയ്യിക്കണം. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ബോക്സ് ഡെക്കറേഷനുള്ളിൽ ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്നിട്ട് ബോർഡർ റേഡിയസ് ഡോട്ട്, നമുക്ക് സർക്കുലർ ആണ് വേണ്ടത്. ഓക്കെ, സർക്കുലറിൽ ഒരു റേഡിയസ് നമ്മൾ കൊടുക്കണം. റേഡിയസ് ഒരു ഡബിൾ വാല്യൂ ആണ്. നമുക്കൊരു 16 കൊടുക്കാം. ഓക്കെ, സോ 16 കൊടുക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ആ ഷേപ്പ് ചേഞ്ച് ആവും. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ഷേപ്പ് ചേഞ്ച് ആയിട്ടുണ്ട്. സോ നമുക്ക് ഒരു കോൺസ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇനി ഇതിനുള്ളിൽ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് വരണം. അതിന് നമുക്ക് ബട്ടണ് ചൈൽഡ് ഉണ്ട്. ചൈൽഡ്, ആ കണ്ടെയ്നറിൻ്റെ ചൈൽഡിൽ ടെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കണം. ആ നെക്സ്റ്റിൻ്റെ കളറ് വൈറ്റ് കളറാണ്. ഓക്കെ, ഇച്ചിരി ബോൾഡ് ടെക്സ്റ്റ് വേണം. നമുക്ക് സ്റ്റൈല് കൊടുക്കാം. ടെക്സ്റ്റ് സ്റ്റൈല്, കളറ് വൈറ്റ് കളർ. ഓക്കെ, സോ ഫോണ്ട് വെയിറ്റ് ഒരു 500 കൊടുക്കാം. നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റ് അത്രയ്ക്ക് ബോൾഡ് അല്ല, എന്നുള്ളൊരു മിനിമം. ഓക്കെ, സോ നമ്മുടെ ഈ ടെക്സ്റ്റ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കാം. ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവരണം. സെൻറ്ററിൽ കൊണ്ടുവരാൻ നമ്മുടെ ഈ കണ്ടെയ്നറിനുള്ളിൽ, ഓക്കെ, ഈ ചൈൽഡിൻ്റെ മുകളിൽ കണ്ടെയ്നറിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണ് അലൈൻമെൻറ്റ്. ഓക്കെ, നമുക്ക് അലൈൻമെൻറ്റ് ഡോട്ട് സെൻറ്റർ, നമ്മുടെ ആ ചൈൽഡ് സെൻറ്ററിലാണ് വരേണ്ടത്. ഇപ്പം നമ്മുടെ ചൈൽഡ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഒരു 16 കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഡീഫോൾട്ട് ഫോണ്ടിൻ്റെ സൈസ് 14 ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 16 കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ സൈസ് 16 ആണ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുത്തു 17. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ വിസിബിൾ ആയിട്ടുണ്ട്. സോ നമുക്കൊന്ന് റീഫാക്ടർ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ
വിജിറ്റ്സ് എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു സ്പേസ് കൊടുക്കണം. ഓക്കെ, കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പം നമുക്ക് കസ്റ്റമായിട്ടും ഇവിടെ സ്പേസ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഈ നെക്സ്റ്റ് വിജിറ്റ് ഇതൊരു ബട്ടൺ ആണ്. ആ ബട്ടൻ്റെ താഴെ നമ്മളിപ്പോൾ ജസ്റ്റ് ബട്ടണ് ക്ലിക്ക് ചെയ്യാൻ ഒരു ഫങ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അത് നമുക്ക് കൊടുക്കാം. അതിനു മുൻപ് നമുക്കൊരു സ്പേസ് കൊടുക്കണം. സൈസ്ഡ് ബോക്സ് കൊടുത്തിട്ട് അതിനൊരു ഹൈറ്റ് കൊടുത്ത് എത്ര സ്പേസ് വേണമെന്ന് വെച്ചിട്ട് അത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു കോമ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സ്പേസ് വന്നത് കാണാം. ഓക്കെ, ഇതിന് പകരം നമുക്ക് ഈ കോളത്തിന് ഓക്കെ മെയിൻ ആക്സിസ് അലൈൻമെന്റ് കൊടുത്ത് നമുക്ക് സ്പേസ് അറൗണ്ട് കൊടുത്ത് നോക്കാം എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്ന്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇവിടെ ജസ്റ്റ് സ്പേസ് വിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പക്ഷേ ഈ ഈ ടെക്സ്റ്റിന്റെ നടുവിൽ ഇത്രയും സ്പേസിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ ഇത് രണ്ടും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കണത് പോലാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടെക്സ്റ്റും ഒരു കോളത്തിൽ റാപ്പ് ചെയ്യാം. ഓക്കെ, സോ അതിന് കൺട്രോള് ഇത് നമ്മളിപ്പോൾ ഏതൊക്കെ വിജിറ്റ്സ് ആണ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് കൺട്രോള് ഡോട്ട് കൊടുക്കുക. ഡോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് സജഷൻസ് കാണാം. റാപ്പ് വിത്ത് കോളം, റാപ്പ് വിത്ത് റോ. ഓക്കെ, സോ നമുക്ക് റാപ്പ് വിത്ത് കോളം കൊടുക്കാം. കോളം കൊടുത്തിട്ട് നമുക്കിപ്പോൾ കോ ഇതിൻ്റെ നടുവിൽ ചെറിയൊരു സ്പേസ് ആണ്. നമ്മളിപ്പോൾ ഇത് റൺ ചെയ്താൽ അതിൻ്റെ സ്പേസ് പോകുന്നത് കാണാം. ഓക്കെ, ഇതിൻ്റെ നടുവിൽ ചെറിയ സ്പേസ് വരാൻ വേണ്ടിയിട്ട് സൈസ്ഡ് ബോക്സ് ഹൈറ്റ് നമ്മളൊരു 15 കൊടുക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഇത് ഓവറോൾ ഒരു കോൺസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പേരന്റ് വിജിറ്റ് ആണ് നമ്മുടെ കോളം ഈ രണ്ട് ടെക്സ്റ്റിനും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് മാത്രം കോൺസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പേരന്റ് വിജിറ്റ് കോൺസ്റ്റ് ആയതുകൊണ്ട് ചൈൽഡും കോൺസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കിപ്പോൾ റൺ ചെയ്താൽ നമ്മുടെ UA ഏകദേശം സെറ്റ് ആയത് കാണാം. ഓക്കെ, സോ നമ്മുടെ UA ഏകദേശം കറക്റ്റ് സ്പേസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതൊരു സ്ക്രീനിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇനി ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ക്രീൻ ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് സ്ക്രീന് നിങ്ങൾ കണ്ട സിമിലർ ആണ്, ജസ്റ്റ് ബട്ടണും ടെക്സ്റ്റും മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഒന്ന്, നമുക്കൊരു നെക്സ്റ്റ് സ്ക്രീനായിട്ട് ഡിസൈൻ ചെയ്തിട്ട് രണ്ട് ഇമേജ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ മാക്സിമം നമ്മൾ കോഡ് കുറച്ചെഴുതാനാണ് നോക്കേണ്ടത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇമേജും ടെക്സ്റ്റും ചേഞ്ച് ചെയ്താൽ പോരെ. ഫസ്റ്റ് ഓൺ ബോർഡിങ്ങിൽ ഈ ഇമേജും ടെക്സ്റ്റും ആണ് വരുന്നത്, നെക്സ്റ്റ് ഓൺ ബോർഡിങ്ങിൽ ഈ ഇമേജും ടെക്സ്റ്റും ആണ് വരുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലോജിക്ക് എഴുതാം. നമുക്കതിന് മുൻപ് നമുക്ക് ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് നമുക്കിത് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇവിടെ ഈ ആപ്പിന് യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ് മാനേജ്മെന്റ് നമ്മൾ ഫസ്റ്റ് ബേസിക്സ് ലേൺ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ് ഗെറ്റെക്സ്. ഓക്കെ, സോ നമുക്ക് ലോജിക്ക് ബിൽഡ് ചെയ്യാനും കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഗെറ്റെക്സ് യൂസ് ചെയ്യാം. സോ അതിന് നിങ്ങൾ ഗെറ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഓക്കെ, സോ നമ്മുടെ ഈ ഗെറ്റ് പാക്കേജ് സ്റ്റേറ്റ് മാനേജ്മെന്റ് നമുക്ക് ഈ ഗെറ്റെക്സിൽ തന്നെ നമുക്ക് നിറയെ ഫങ്ഷണാലിറ്റീസ് കിട്ടും. ഓക്കെ,
സോ നമ്മളിപ്പോ ഒരു നെക്സ്റ്റ് പേജിലേക്ക് പോവാന് നമ്മള് സ്പ്ലാഷ് സ്ക്രീനിൽ ഒരു കോഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നാവിഗേറ്റർ ഡോട്ട് പുഷ്, ഇത്ര ഒരു ലെങ്തി ആയിട്ടുള്ള കോഡാണിത്. ഈ ഒരു കോഡിന് നമുക്ക് ഗെറ്റ് യൂസ് ചെയ്ത് ഇത്ര എളുപ്പമാക്കാം. ഓക്കെ, ഗെറ്റ് ടു ജസ്റ്റ് ആ ക്ലാസ് നെയിം. ഓക്കെ, സോ അതേപോലെ തന്നെ സ്നാക്ക് ബാർസ്, പോപ്പപ്സ്, അതെല്ലാം നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഗെറ്റ് കൊണ്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ ഈ പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്കിപ്പോൾ കമാൻഡ് യൂസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ടെർമിനലിലേക്ക് പോവുക, കമാൻഡ് പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ പാക്കേജ് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പബ്സ്പെക്കിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഗെറ്റ് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഗെറ്റ് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു തിയറി പഠിച്ചു വെക്കുന്നതിലും നല്ലത് നമുക്ക് അതിന്റെ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്കിവിടെ ഒരു കൺട്രോളർ വേണം. ഓക്കെ, നമ്മുടെ ഫങ്ഷനാലിറ്റീസ് എല്ലാം എഴുതാൻ വേണ്ടിയിട്ട് ഗെറ്റ് സോ അതിന് ഞാൻ ഈ ഓൺ ബോർഡിങ്ങിൻ്റെ മൊഡ്യൂളിൽ നെക്സ്റ്റ് ഒരെണ്ണം കൊടുക്കാൻ പോവാണ്, കൺട്രോളർ. ഓക്കെ, സോ അതിൻ്റെ ന്യൂ ഫങ്ഷനാണ് ഓൺ ബോർഡിങ് കൺട്രോളർ. ഓക്കെ, ഓൺ ബോർഡിങ് കൺട്രോളർ ഡോട്ട് ഡാർട്ട്. ഓക്കെ, സോ നമുക്ക് ഇനി ഈ ഒരു കൺട്രോളർ നമ്മൾ എഴുതാൻ പോവാണ്. ഓക്കെ, സോ നമ്മുടെ ഈ കൺട്രോളറിനുള്ളിലായിരിക്കും നമ്മൾ എല്ലാ ഫങ്ഷനാലിറ്റി എഴുതാൻ പോകുന്നത്. ആ ഫങ്ഷനാലിറ്റി നമ്മൾ ഈ ഗെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ UI ആയിട്ട് കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഈ ബട്ടൺ ഞെക്കുമ്പോൾ ഒരു ഫങ്ഷനാലിറ്റി നമ്മുടെ ഈ കൺട്രോളറിനുള്ളിലുള്ള ഓരോ ഫങ്ഷനാലിറ്റി എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺട്രോളർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഓൺ ബോർഡിങ് കൺട്രോളർ. ഓക്കെ, ഓൺ ബോർഡിങ് കൺട്രോളർ എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഗെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഗെറ്റ് കൺട്രോളർ. ഓക്കെ, സോ നമുക്കിവിടെ കാണാം ഗെറ്റ് കൺട്രോളർ ഗെറ്റ് പാക്കേജിലാണ് ഇമ്പോർട്ട് ആവേണ്ടത്. ഓക്കെ, താഴെ കുറേ പാക്കേജസ് ഉണ്ട്, പക്ഷെ നമുക്കിവിടെ ഗെറ്റിലാണ് ഇമ്പോർട്ട് ആവേണ്ടത്. സോ നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഗെറ്റ് ഡോട്ട് ഡാർട്ട് എന്ന് നമുക്ക് ഇമ്പോർട്ട് അയക്കുന്നത് കാണാം. സോ ഇനി നമ്മൾ അതിൻ്റെ ബോഡി ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ മൂന്ന് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇമേജ്, ടൈറ്റിൽ, സബ് ടൈറ്റിൽ. ഓക്കെ, നമ്മളെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നും ചേഞ്ച് ആവും. സോ നമ്മൾ ഫസ്റ്റ് ഈ കൺട്രോളർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് ഇനിഷ്യലൈസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് ഈ കൺട്രോളറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൺട്രോളർ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പോൾ അത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് യൂസ് ചെയ്താൽ നമുക്ക് ഗെറ്റ് തന്നെ നമുക്കൊരു എറർ വാർണിംഗ് തരും. ഇത് നമുക്ക് എപ്പോൾ ഇനിഷ്യലി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണോ അതിന് മുൻപേ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്ക്രീനിലാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിന് മുൻപുള്ള സ്ക്രീനിൻ്റെ ഇനിറ്റ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് പോകുന്ന ബട്ടണിലോ നമുക്കിത് ഇനിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെയിനിൽ നമുക്ക് ഇനിറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ഗെറ്റ് ഡോട്ട് പുട്ട്. ഓക്കെ, നമ്മളിനി ഗെറ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ ഗെറ്റ് ഇമ്പോർട്ട് ചെയ്യാം.
നെക്സ്റ്റ് നമ്മുടെ കൺട്രോളറിൻ്റെ നെയിം. ഓക്കെ, നമ്മുടെ ഇവിടെ കൺട്രോളറിൻ്റെ നെയിം, ക്ലാസ് നെയിം ഇവിടെ കൊടുക്കുക, ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇനി ആ കൺട്രോളർ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മളിവിടെ ഗെറ്റെക്സിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, സോ 3 പ്രോപ്പർട്ടീസ് നമുക്കൊരു ഒബ്ജക്റ്റിനുള്ളിൽ, ഒരു ക്ലാസ്സിനുള്ളിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഒരു ലിസ്റ്റിനുള്ളിൽ കൊടുത്തിട്ട് ആ ലിസ്റ്റിന്റെ ഇൻഡെക്സ് ചേഞ്ച് ചെയ്തിരുന്നാൽ മതി നെക്സ്റ്റ് കൊടുക്കുമ്പോൾ. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു ലോജിക്ക് നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. സോ നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഈ സോഴ്സിനുള്ളിൽ പുതിയ ഒരു ഫോൾഡർ കൊടുക്കാൻ പോവാണ്, മോഡൽസ്. സോ ഈ മോഡൽസിനുള്ളിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഓൺബോർഡിങ്ങിന് വേണ്ടിയിട്ടല്ല, സോ അവർ റിലേറ്റഡ് ആയിട്ട് ഓൺബോർഡിങ് മോഡൽ ഡോട്ട് ഡാർട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഓൺബോർഡിങ് മോഡല് നമ്മൾ ആ ക്ലാസ് നെയിം കൊടുത്ത് ബോഡി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓൺബോർഡിങ് മോഡലിൽ നമ്മുടെ ഇമേജ് വരും. സോ നമ്മൾ ഇമേജ് ഇവിടെ പാത്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ സ്ട്രിങ് ആണ് വരുന്നത്. ആ സ്ട്രിങ് നമ്മൾ ഇമേജിൻ്റെ പാത്ത് സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ 3 വാല്യൂസും സ്ട്രിങ് ആണ്, ടൈറ്റിൽ, സബ് ടൈറ്റിൽ. ഓക്കെ, സോ സ്ട്രിങ് ഇമേജ്, സ്ട്രിങ് ടൈറ്റിൽ, സ്ട്രിങ് സബ് ടൈറ്റിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം, കാരണം നമുക്ക് ഇതിൽ വാല്യൂസ് പാസ് ചെയ്യാനുള്ളതാണ്. അതിന് നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിസ് ഡോട്ട് ഇമേജ് റിക്വയർഡ് ആയിട്ട് തന്നെ കൊടുക്കുക. നമ്മുടെ എല്ലാ ഇമേജ് റിക്വയർഡ് ആണ്. ഓക്കെ, സോ കൺട്രോൾ വി. ഇനി ജസ്റ്റ് സബ് ടൈറ്റിൽ, ടൈറ്റിൽ. ഓക്കെ, സോ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഈ ഒബ്ജക്റ്റിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കൺട്രോളറിനുള്ളിൽ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ ലിസ്റ്റിൻ്റെ ടൈപ്പ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ആ മോഡലാണ്. സോ ലിസ്റ്റ് അതിൻ്റെ ടൈപ്പ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ മോഡലാണ്. ഓക്കെ, ആ ഒബ്ജക്റ്റ് ആണ്. ഇനി ഓൺബോർഡിങ് ഐറ്റംസ് ലിസ്റ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ എറർ കാണിക്കുന്നത് നമുക്കത് ഇമ്പോർട്ട് ചെയ്യണം ആ മോഡൽ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്ത് ഈ മോഡൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഓൺബോർഡിങ് മോഡൽ ഡോട്ട് ഡാർട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്നത് ഈ മോഡൽ ആണ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ നമുക്ക് ഇതുപോലത്തെ കുറേ ഒബ്ജക്റ്റ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം, അതിൽ വാല്യൂസും സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, സോ നമ്മൾ ഓൺബോർഡിങ് മോഡൽ ഒരു ഒബ്ജക്റ്റിൽ ഇമേജ്, ടൈറ്റിൽ, സബ് ടൈറ്റിൽ. ഓക്കെ, നമുക്ക് 3 നമ്മുടെ ഇവിടുന്ന് തന്നെ കോപ്പി ചെയ്യാം. നമ്മുടെ ഇമേജ്, ടൈറ്റിൽ, ഓക്കെ, സബ് ടൈറ്റിൽ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് സ്ക്രീനിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്ക്രീനിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കൺട്രോൾ സി, കൺട്രോൾ വി. സോ ആ ഇമേജ് 2 ആണ്.
നമ്മൾ ഇമേജ് 2 ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് അതിൻ്റെ ടൈറ്റിൽ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ടൈറ്റിൽ യുവർ കഴിഞ്ഞിട്ട് കംഫർട്ടിന് മുന്നിൽ. ഓക്കെ, സോ സ്ലാഷ് തന്നെ നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സബ് ടൈറ്റിൽ അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. സബ് ടൈറ്റിൽ അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. ഓക്കെ, യുവർ ഡോർ സ്റ്റെപ്പ് ആണ് നെക്സ്റ്റ് ലൈനിൽ. ഓക്കെ, നമ്മളിവിടെ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് നെക്സ്റ്റ് ഒരു സ്ക്രീന് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ടൈറ്റിൽ ഇമേജസ് പാസ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ചെയ്ത് വിടാം. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇപ്പോൾ രണ്ട് സ്ക്രീനേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇതേപോലെ ഒരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് റിക്വയർമെന്റ് വരുവാണ്, ഒരു ഇമേജ് കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ടൈറ്റിലും സബ് ടൈറ്റിലൂടെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ലിസ്റ്റിൽ ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്താൽ മതി. നമ്മൾ ഈ ഒബ്ജക്റ്റിൽ ഇനി എന്തൊക്കെ ആഡ് ചെയ്ത് വരുന്നോ നമുക്ക് നെക്സ്റ്റ് ഇനി അങ്ങനെ അങ്ങനെ കൊടുത്തു കൊടുത്തു പോവാം. ഓക്കെ, സോ അതൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും. നമുക്ക് കോഡ് കോംപ്ലക്സിറ്റി കുറയ്ക്കുകയും ചെയ്യാം, നമുക്ക് ഒരുപാട് കോഡ് എഴുതേണ്ടേയും വരത്തില്ല. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈ ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഇമേജസും ഈ ടെക്സ്റ്റും നമുക്ക് റീപ്ലേസ് ചെയ്യാം. നമ്മളിപ്പോൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്, നമുക്ക് ഇനി കൺട്രോളറിൽ ഇരുന്ന് എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കൺട്രോളറിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോളറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ അത് ഇനിഷ്യലൈസ് ചെയ്തു. നമുക്കിനി ഈ കൺട്രോളർ നമുക്കിനി ഏത് സ്ക്രീനിൽ യൂസ് ചെയ്യണമെങ്കിലും ഇത് നമുക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിനൊരു സിൻടാക്സ് ഉണ്ട്. നമുക്ക് ആ കൺട്രോളറിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിൻടാക്സ് ആണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓൺ ഓൺബോർഡിംഗ് കൺട്രോളർ ഈസ് ഈക്വൽ ടു ഗെറ്റ് ഡോട്ട് ഫൈൻഡ് നമ്മുടെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗെറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ നമ്മുടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ കൺട്രോളർ ഇമ്പോർട്ട് ചെയ്യുക. കൺട്രോളർ ഇമ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് നമ്മൾ ഇങ്ങനെ ഇത് ഡിക്ലെയർ ചെയ്താൽ നമുക്കിനി ഈ വേരിയബിൾ നെയിം യൂസ് ചെയ്തിട്ട് ഈ കൺട്രോളറിനുള്ളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്കിനി ആക്സസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഓൺബോർഡിംഗ് കൺട്രോളർ നമ്മൾ ആ വേരിയബിൾ വെച്ചിട്ട് ഇതെല്ലാം റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ അത് റീപ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ലിസ്റ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ഇൻഡെക്സ് വേണം. ഓക്കെ, സോ ഇത് ഇൻഡെക്സ് 1, ഇത് ഇൻഡെക്സ് 2. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ലിസ്റ്റിൽ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ നമ്മൾ ആ ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നെക്സ്റ്റ് ഈ വാല്യൂ വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ ഗെറ്റെക്സിനുള്ളിൽ നമുക്ക് ഇപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവണം, ഈ ഇൻഡെക്സ് ഇൻക്രിമെന്റ് ആവണം. നമ്മൾ ഫസ്റ്റ് ഇത് സീറോയിൽ ഇരിക്കുമ്പോൾ ഈ ഫസ്റ്റ് ഓൺ ബോർഡിംഗ് സ്ക്രീനിൻ്റെ ഇമേജസ് വരും,
നെക്സ്റ്റ് 1 ആവുമ്പോൾ നെക്സ്റ്റ് ഓൺ ബോർഡിംഗ് സ്ക്രീനിൻ്റെ ഇമേജസും ടെക്സ്റ്റും വരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുക, നമ്മൾ ആ ഇൻഡെക്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നോർമലി നമ്മൾ ഒരു ഇൻറ്റീജർ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ഇനിഷ്യലി 0 വാല്യൂ നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഗെറ്റെക്സിൽ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഇമേജും ടെക്സ്റ്റും ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഒരു സിനാരിയോയിൽ നമുക്ക് ഗെറ്റെക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിൻടാക്സ് ആണ്, നമ്മൾ സെയിം ഇതേപോലെ തന്നെ ടൈപ്പ് മാത്രം RX int എന്ന് ചേഞ്ച് ആവും. ഓക്കെ, RX int എന്ന് ചേഞ്ച് ആവുമ്പോൾ നമുക്ക് ഈ വാല്യൂ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ വാല്യൂവിൻ്റെ ചേഞ്ചസ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. അതിന് നമ്മളിപ്പോൾ വാല്യൂ 0 കൊടുത്തിട്ടുണ്ട്, ഡോട്ട് OBS എന്ന് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഓക്കെ, സോ നമ്മൾ ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ളൊരു വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതാണ് RX int. സോ നമുക്ക് ഈ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഈ വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും ഈ ലിസ്റ്റിൽ നിന്ന്. ഓക്കെ, സോ നമ്മുടെ ഓൺ ബോർഡിംഗ് കൺട്രോളർ ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഇമേജ് ഇവിടെ റീപ്ലേസ് ചെയ്യുക. ഡോട്ട് ആ ലിസ്റ്റ് നമ്മുടെ ഓൺ ബോർഡിംഗ് ഐറ്റംസ് ലിസ്റ്റിൽ ബ്രാക്കറ്റിൽ നമ്മുടെ ഇൻഡെക്സ് എടുക്കണം. ആ ഓൺ ബോർഡിംഗ് കൺട്രോളറിൻ്റെ ഇൻഡെക്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ലിസ്റ്റിനുള്ളിൽ നിന്ന് ഇമേജ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഡോട്ട് ഇമേജ്. ഓക്കെ, സോ നമ്മൾ ഇൻഡെക്സ് നമ്മൾ RX int ആണ്, നോർമൽ int അല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡോട്ട് അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. RX int ഇരുന്ന് നമ്മൾ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ ഇൻറ്റീജർ ആയിട്ട് അത് കൺവേർട്ട് ആവും. ഓക്കെ, നമ്മൾ ഈ വാല്യൂ ചെക്ക് ചെയ്താൽ അതൊരു ഇൻറ്റീജർ ടൈപ്പ് ആണ്, ഇൻറ്റ്. ഓക്കെ, സോ നമ്മളിവിടെ ഒബ്സർവബിൾ ആയിട്ടുള്ള വേരിയബിളിൽ നിന്ന് നമ്മുടെ ലിസ്റ്റിൻ്റെ ഇൻഡെക്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് ഡാർട്ടിൽ ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ ഓരോ ലിസ്റ്റിൻ്റെ വാല്യൂസ് എടുക്കുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഈ കൺട്രോളറിൽ നിന്ന് ഓൺ ബോർഡിംഗ് കൺട്രോളറിൽ നിന്ന് നമ്മളിവിടെ കൺട്രോളർ എങ്ങനെ ആക്സസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ആക്സസ് ചെയ്ത കൺട്രോളർ വെച്ചിട്ട് നമ്മുടെ ലിസ്റ്റ് എടുത്തിട്ട് ആ ലിസ്റ്റിൻ്റെ ഇൻഡെക്സ് നമ്മൾ ഇൻഡെക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തതിൻ്റെ ആണ് നമ്മളിപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്ത് പോകും, ഇൻഡെക്സ് 1 2 അങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇൻഡെക്സ് എടുത്തിട്ട് അതിൻ്റെ ഇപ്പോൾ ഈ ലിസ്റ്റ് ഐറ്റംസ് ഒബ്ജക്റ്റ് ആണ്, ആ ഒബ്ജക്റ്റിലിരുന്ന് നമ്മൾ ഇമേജിനെ മാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് SVGയിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് നമ്മൾ ടൈറ്റിൽ എടുക്കാൻ പോവാണ്. ടൈറ്റിൽ നമുക്കിവിടെ എറർ വരുന്നുണ്ട്. കാരണം നമ്മൾ ഇതിന് നോ ലോങ്ങർ എ കോൺസ്റ്റന്റ് വാല്യൂ, ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ടെക്സ്റ്റ്. നമ്മൾ കോൺസ്റ്റന്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക, അപ്പോൾ നമ്മുടെ എററും പോകും. ഓക്കെ, സോ അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എറർ വന്നിട്ടുണ്ട്, നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചാൽ ഇപ്പോൾ എററിൻ്റെ മുകളിൽ നമ്മൾ ഇൻവാലിഡ് കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവും അത് കോൺസ്റ്റന്റ് വാല്യൂ അല്ല, കോൺസ്റ്റന്റ് റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം കോൺസ്റ്റന്റ് കൊടുക്കാം. ഓക്കെ, സോ ടൈറ്റിൽ നെക്സ്റ്റ് സബ് ടൈറ്റിൽ ഇവിടെ ആക്സസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോൺസ്റ്റന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഫോർമാറ്റ് ചെയ്യുക. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫോർമാറ്റ് ചെയ്യുന്നത് വെച്ചാൽ കോഡ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കറക്റ്റ് ലൈനിൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ഇനി ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഒബ്ജക്റ്റ് കൺട്രോളറിൻ്റെ. ഓക്കെ, ക്രിയേറ്റഡ് ഇനിഷ്യലൈസ്ഡ് നമ്മൾ ആ മെയിനിൽ കൊടുത്തുകൊണ്ടാണ് നമുക്കിവിടെ പ്രിന്റ് അയക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആ കൺട്രോളർ വെച്ചാണ് ഇപ്പോൾ ഇമേജ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ ഓൺ ബോർഡ് ഇമേജിൽ കൺട്രോളർ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ ചേഞ്ച് ആവണം, 1ലേക്ക് ചേഞ്ച് ആവണം. ഓക്കെ, സോ അതിന് ഈ കണ്ടെയ്നർ നമുക്ക് ക്ലിക്കബിൾ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു വിജിറ്റ് വെച്ച് റാപ്പ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരു വിജിറ്റിനെ ക്ലിക്കബിൾ ആക്കണമെങ്കിൽ നമുക്കൊരു വിജിറ്റ് ഉണ്ട്, അതാണ് ഇങ്ക് വെല്ല്. ഓക്കെ, ഇങ്ക് വെല്ല് യൂസ് ചെയ്താൽ നമുക്ക് അതിനകത്ത് ഓൺ ടാപ്പ്, ഓൺ ഡബിൾ ടാപ്പ് കിട്ടും, ഓൺ ലോങ് പ്രസ് കിട്ടും. നമുക്കിപ്പോൾ ഓൺ ടാപ്പ് മതി, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകണം. ഓക്കെ, സോ അതൊരു ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് അതിൻ്റെ ഫങ്ഷൻ്റെ ബോഡി. ഇനി ആ ഫങ്ഷൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഈ ബോഡിക്കുള്ളിൽ എഴുതി കൊടുക്കും. ഓക്കെ, സോ ആ ഫങ്ഷൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഇൻഡെക്സിനെ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇൻഡെക്സിനെ ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഇൻഡെക്സിൻ്റെ വാല്യൂ നമുക്ക് നോർമൽ ആയിട്ടൊരു ഇൻറ്റീജറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് ആ ഇൻറ്റീജർ നമുക്ക് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ഇത് നമ്മുടെ ആർഎക്സ് ഇൻ്റ് ആണ്, നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയബിൾ ആണ്. അതിലേക്ക് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് അത് ആ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു ടെമ്പററി വേരിയബിൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ടെമ്പ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ കറണ്ട് ഇൻഡെക്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, നമ്മൾ കറണ്ട് ഇൻഡെക്സിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു ആർ എക്സ് ഇൻറ്റിൻ്റെ വാല്യൂ, ഇപ്പോൾ ഒരു ആർ എക്സ് ഒരു ഗെറ്റ് എക്സിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഈക്വൽ ടു കൊടുത്തിട്ടാണ് വാല്യൂ അസൈൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ജസ്റ്റ് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ആ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ആർ എക്സ് ഇൻറ്റിൻ്റെ ഒരു ഡിഫറൻസ്. സോ നമ്മൾ ഈ വാല്യൂ ഇവിടെ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് ഇവിടെയും ചേഞ്ച് ആവും. ഓക്കെ, സോ നമുക്കിപ്പോൾ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ അവിടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കതൊരു ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കാം. പ്ലസ് 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 കൊടുത്താൽ ഇൻക്രിമെൻ്റ് ആണ്. ഈ പ്ലസ് പ്ലസിൻ്റെ മീനിങ് +1. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിൻ്റെ മീനിങ്. സോ നമുക്ക് +1 എന്ന് തന്നെ ഇവിടെ കിടക്കാം. സോ ഞാൻ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യാണ്. റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചേഞ്ച് ആയിട്ടില്ല, കാരണം നമ്മുടെ വേരിയബിൾ ഒബ്സർവബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ സ്ക്രീനിൽ എവിടെയും നമ്മൾ ആ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോഡ് എഴുതിയിട്ടില്ല. അതിനുള്ളൊരു കോഡാണ് നമ്മുടെ എവിടൊക്കെ നമുക്ക് ഒബ്സർവബിൾ വേരിയബിൾ ഉണ്ടോ, സോ അതിൻ്റെ ഒരു പേരൻറ്റിൽ നമ്മൾ ഈ കോളത്തിനുള്ളിലാണ് നമ്മുടെ ഈ വാല്യൂസ് എല്ലാം ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കോളത്തിന് ഒരു വിജിറ്റ് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് ഈ ചൈൽഡ് നമ്മൾ എടുത്ത് വിട്ടിട്ട് ഒബിഎക്സ്, ഓക്കെ, ഒബ്സർവബിൾ വേരിയബിളിനെ നമ്മൾ വിജിറ്റിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു വിജിറ്റാണിത്. ഇത് ഗെറ്റ് എക്സിൻ്റെ ഒരു വിജിറ്റാണ്. ഓക്കെ, സോ ഒബിഎക്സ് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് പിന്നെ ഒരു ഫങ്ഷൻ പോലെ ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് പിന്നെ ഒരു ആരോ സിമ്പിൾ. അതിൻ്റെ ഈ ഒബിഎക്സ് ക്ലോസ് ആവുന്നത് ആ ലിസ്റ്റിൻ്റെ താഴെ ആയിരിക്കും. ഇവിടാണ് ഒബിഎക്സ് ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ലിസ്റ്റ് മൊത്തം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമുക്ക് ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ വാല്യൂ ഇവിടെ ചേഞ്ച് ആവുന്നോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം.
ഇവിടെ ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്തിട്ട് ഇല്ല പ്രിന്റ് നമുക്ക് ജസ്റ്റ് ഡീബഗ് ചെയ്ത് നോക്കാം എന്തുവാണ് ഇഷ്യൂ എന്ന്, എവിടാണ് വാല്യൂ ചേഞ്ച് ആവാത്തത്. ഓക്കെ, കറണ്ട് വാല്യൂ ന്യൂ വാല്യൂ. സോ ന്യൂ വാല്യൂ നമുക്ക് ഈ ഇൻഡെക്സിലിരുന്ന് തന്നെ എടുക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ ഓക്കെ ഇഷ്യൂ എന്താന്ന് വെച്ചാല് ഞാൻ ഇപ്പോൾ ആക്ച്വൽ ഡിവൈസിൽ നിന്നാണ് ഇത് എമുലേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത് ഒരിക്കലും ക്ലിക്കബിൾ അല്ല. ഞാൻ ആക്ച്വൽ ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ വാല്യൂ ഇവിടെ പ്രിന്റ് ആവുന്ന കാണാം ഞാൻ ആക്ച്വൽ ഡിവൈസിൽ. ഓക്കെ, സോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ചേഞ്ച് ആയിരിക്കുന്നത് കാണാം. ഓക്കെ, കറണ്ട് വാല്യൂ 0 ആയിരുന്നു, ന്യൂ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ ആക്ച്വൽ സ്ക്രീനിൽ ആക്ച്വൽ ഡിവൈസിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ചേഞ്ച് ആയി. ഇവിടെ ജസ്റ്റ് എമുലേറ്ററിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, ഞാൻ വൈസർ വെച്ച് കണക്ട് ചെയ്തേക്കുവാണ്. സോ ഇവിടെ ചേഞ്ച് ആയിരിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് സ്ക്രീൻ പോലെ തന്നെ ഇവിടെ ഈ സ്ക്രീനും വന്നിട്ടുണ്ട്, ഫുഡ് നിഞ്ച. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, സോ ഇവിടെ കുറച്ച് വാലിഡേഷൻസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആഡ് ചെയ്യാം വാലിഡേഷൻസ്. ഓക്കെ, നമുക്കിപ്പോൾ ഗെറ്റെക്സ് യൂസ് ചെയ്തിട്ട് സ്ക്രീൻ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ജസ്റ്റ് ഒന്നുകൂടെ റീലോഡ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ വാല്യൂ ചേഞ്ച് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഓക്കെ, സോ ഇപ്പൊ ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഈ വാല്യൂ ഇൻക്രിമെന്റ് ആവും. പക്ഷെ നമ്മുടെ ഇൻഡെക്സിൽ, നമ്മുടെ ആ ലിസ്റ്റിൽ രണ്ടാമതൊരു ഇൻഡെക്സ് ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഉറപ്പായിട്ടും ഒരു എറർ വരും. ഓക്കെ, റേഞ്ച് എറർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ റേഞ്ച് എററിനെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ലിസ്റ്റിന്റെ ലെങ്ത് വന്നാൽ നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലോട്ട് പോകണം. നമ്മുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മളിവിടെ ഇതിനെ ഒരു ഇഫ് കണ്ടീഷനിൽ റാപ്പ് ചെയ്യുക, സറൗണ്ടഡ് വിത്ത് ഇഫ് കണ്ടീഷൻ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് കോപ്പി ചെയ്തിട്ട് കൺട്രോൾ ഡോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സറൗണ്ട് വിത്ത് കാണാൻ പറ്റും ഏത് വിജിറ്റ് വെച്ചാണ് നമുക്ക് റാപ്പ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മളൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ കറണ്ട് വാല്യൂ, ഓക്കെ, ഈ കറണ്ട് വാല്യൂ നമ്മുടെ ലെങ്ത്തിന് ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ലെങ്ത് 2 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നമ്മുടെ ഇൻഡെക്സ് 1 വരെ ഉള്ളൂ, 0 1. ഓക്കെ, അപ്പോൾ ആ ലെങ്ത് -1. സോ ആ ലോജിക്ക് എന്താന്ന് വെച്ചാൽ ഇവിടെ രണ്ട് വാല്യൂ ഉണ്ട്. അപ്പം നമ്മുടെ ലിസ്റ്റിന്റെ ലെങ്ത് 2 ആണ്, പക്ഷെ നമ്മൾ 0 1 എന്നാണ് എടുക്കുന്നത്. അപ്പം ലെങ്ത് -2 ഈക്വൽ ടു ഇൻഡെക്സ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോകണം. ഓക്കെ, സോ ആ ലെങ്ത്തിന് മാച്ച് ആവുകയാണെങ്കിൽ ഇൻഡെക്സ്, നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അതിനർത്ഥം നമ്മളെല്ലാം ഓൺ ബോർഡിങ് കാണിച്ചിട്ട് നെക്സ്റ്റ് സ്ക്രീനിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. സോ temp index is equal to onboarding controller dot onboarding item list dot length -1. -1 നമ്മൾ കൊടുത്ത എന്താന്ന് പറഞ്ഞു, ലെങ്ത് 2 ആണ്.
പക്ഷെ നമുക്ക് ഇൻഡെക്സ് 0 1 വരെ ഉള്ളൂ. അപ്പം 2 മൈനസ് 1 1 ഈക്വൽ ആണെങ്കിൽ നെക്സ്റ്റ് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് -1 കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഈക്വൽ അല്ലെങ്കിൽ മാത്രം ഇൻക്രിമെന്റ് ചെയ്ത് പോവാം. നമുക്കിപ്പോൾ പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഡീബഗ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇഷ്യൂസ് ഒന്നുമില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് സ്ക്രീന് നെക്സ്റ്റ് ക്ലാസ്സിൽ പോവാം. സോ ഗോ ടു നെക്സ്റ്റ് സ്ക്രീൻ എന്ന് ഇവിടെ പ്രിന്റ് ആവും. നമ്മൾ ഇവിടാണ് നമ്മൾ അതിൻ്റെ കോഡ് എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതാവണം. ഈ ലോജിക്കിനെ ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. സോ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആപ്പ്. സോ നമ്മുടെ ഫസ്റ്റ് സ്ക്രീൻ വന്ന് ഫോണിൽ നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ആക്ച്വൽ ഡിവൈസിൽ നെക്സ്റ്റ് കൊടുത്ത് ഓക്കെ, നെക്സ്റ്റ് സ്ക്രീനിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുത്താൽ ഇത് നമ്മുടെ എറർ പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഗോ നെക്സ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി എത്ര വട്ടം ക്ലിക്ക് ചെയ്താലും ഗോ നെക്സ്റ്റ്. ഓക്കെ, രണ്ടാമത് വന്നിട്ടുണ്ട്. ഗോ നെക്സ്റ്റ് തേർഡ് ടൈം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ നമ്മുടെ ആ റേഞ്ച് എററിനെ നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എറർ ഹാൻഡ്ലിങ് ചെയ്തിട്ട് ഓരോ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് സ്ക്രീൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലോഗിന് സൈൻ അപ്പ് സ്ക്രീൻസ് ആണ്. ഓക്കെ.